സർക്കാർ ഞങ്ങൾക്ക് സ്ഥലം മേടിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നില്ല. സർക്കാർ ഞങ്ങൾക്ക് പ്രത്യേകമായ സ്ഥലം തന്ന് ഞങ്ങൾക്ക് 100 വീട് വയ്ക്കാനുള്ള സ്ഥലം തരുമെന്ന് പറഞ്ഞു. അവസാന ഘട്ടത്തിലാണ് സർക്കാർ അതിന് തയ്യാറായില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വേറെ സ്ഥലം മേടിച്ചോളാം. സർക്കാർ 1 കൊല്ലം എടുത്തില്ല, നമ്മൾ 4 മാസം എടുത്തുള്ളൂ. ഞങ്ങൾ 4 മാസം എടുത്തുള്ളൂ സ്ഥലം കണ്ടുപിടിച്ചിട്ട് സ്ഥലം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കൂടി മുഴുവൻ ആക്ഷേപിക്കുന്നത്, സിദ്ദിഖിനെ അധിക്ഷേപിക്കുന്നത്. സർക്കാർ ഞങ്ങൾക്ക് 100 നട്ടൽ കുരുക്കാത്ത നുണകൾ പറയുന്ന ഒരു നുണകളുടെ വലിയൊരു ഫാക്ടറിയാണ് വി ഡി സതീശൻ. ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെ ആയിരിക്കരുത് എന്ന് പഠിക്കണം, വി ഡി സതീശനെ കണ്ട് പഠിക്കണം. വി ഡി സതീശൻ നടത്തിയ ഒരു പത്രസമ്മേളനമാണിത്. ഇതിൽ ഇയാൾ പറയുന്നത് എന്താണ്? വയനാട്ടിലെ പ്രളയ ദുരന്തബാധിതർക്ക് വേണ്ടി കോൺഗ്രസുകാർ വെച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന 100 വീടുകൾക്ക് കേരള സർക്കാർ സ്ഥലം ഏറ്റെടുത്ത് നൽകുമെന്ന് പറഞ്ഞു എന്നാണ്. എന്നാൽ വി ഡി സതീശനെ വെല്ലുവിളിക്കുകയാണ്. കേരള സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആരെങ്കിലും വി ഡി സതീശനോ കോൺഗ്രസിനോ അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് തെളിവോടുകൂടി ഇവിടെ കാണിക്കണം. അല്ലാതെ ജയിക്കാൻ വേണ്ടി, അധികാരത്തിലേറാൻ വേണ്ടി എന്ത് ഉളുപ്പില്ലാത്ത പരിപാടിയും കാണിക്കുന്ന വി ഡി സതീശൻ ഇവിടെ പച്ച നുണകൾ പറഞ്ഞു തരരുത്. പ്രതിപക്ഷ നേതാക്കന്മാർ വളരെ നല്ല രീതിയിൽ അലങ്കരിച്ച ഒരു പദവിയാണ് താങ്കൾ ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷെ അതിൽ ഒരു യോഗ്യതയില്ലാത്ത ഒരാളാണ് നിങ്ങൾ. കാരണം നിങ്ങളുടെ ലക്ഷ്യം അധികാരം മാത്രമാണ്. കോൺഗ്രസിൽ തന്നെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അങ്ങനെ കരുണാകരനും അങ്ങനെ ഒരുപാട് നല്ല നല്ല നേതാക്കന്മാർ ഇരുന്ന് ഈ പദവിയിൽ നിന്ന് ഏറ്റവും നുണ പറയുന്ന ഒരു കോൺഗ്രസ് നേതാവായിട്ട് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികാരമാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ അത് നല്ല അന്തസ്സോട് കൂടി ചെയ്യണം. അതിൽ തോറ്റാലും ജനം അംഗീകരിക്കും. അല്ലാതെ ഇതുപോലുള്ള നുണകൾ പറയരുത്. ഞാനൊരു LDF അനുഭാവിയാണെന്ന് വെച്ച് എല്ലാ LDF കാര്യങ്ങളും അംഗീകരിക്കാറൊന്നുമില്ല. പക്ഷെ ഇതുപോലുള്ള അതായത് ദുരിതം അനുഭവിച്ച വയനാട്ടുകാരുടെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യേ. അല്ലാതെ ചെയ്യാതെ അവരെ കരുവാക്കിയിട്ട് അവർ ഇത്ര സ്ഥലം തരാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വീട് വെക്കാത്തത്. ഇപ്പൊ 4 മാസമായില്ലേ, 1 വർഷം കഴിഞ്ഞില്ലേ, 40 വീട് വെക്കും, 50 വീട് വെക്കും, 100 വീട് വെക്കും, 8-ാം തീയതി വെക്കും, 10-ാം തീയതി വെക്കും, നവംബറിൽ വെക്കും, ഡിസംബറിൽ വെക്കും എന്ന് പറഞ്ഞു കളിക്കാതെ ചെയ്യുന്ന 100 വീടാവണമെന്നില്ല. ഉള്ള പൈസ കൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് വീട് വെക്കാൻ നോക്കി. അല്ലാതെ ഇതുപോലെ ഉളുപ്പില്ലാത്ത വർത്താനം പറയരുത്.